ഇപ്പൊ എന്റെ ബൈലോസിന്റെ ആർട്ടിക്കിളില് 5-ല് വകുപ്പ് 6 വിഭാഗം 6 വൈസ് ചെയർമാനെ കുറിച്ചാണ്. The vice chairman in the event of section 6, the vice chairman in the event of the absence of or disability of the chair, the vice chair at any time and from time to time shall perform any and all of the duties of the chair and shall have such other powers and perform such other duties as the board of directors may from time to time determine to the next extent authorized by law. വകുപ്പ് 6 പറയുന്നത് വൈസ് ചെയർമാനെ കുറിച്ചാണ്. ചെയറിന്റെ അഭാവത്തിലോ അസമർത്ഥതയിലോ ആയാൽ വൈസ് ചെയറുടെ എല്ലാ ചുമതലകളും നിർവഹിക്കും. കൂടാതെ നിയമപരമായി അനുവദിച്ച പരിധിയിൽ ബോർഡ് നൽകുന്ന മറ്റു ചുമതലകളും ഏറ്റെടുക്കും. വകുപ്പ് 7-നെ കുറിച്ചാണ്. സെക്ഷൻ 7 ദ വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. In the event of the absence or disability of the president, the vice president at any time and from time to time shall perform any and all of the duties of the president and shall have such other powers and perform such other duties as the board of directors may from time to time determine to the extent authorized by law. വകുപ്പ് 7 വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. പ്രസിഡന്റിന്റെ അഭാവത്തിലോ അസമർത്ഥതയിലോ ആയാൽ വൈസ് പ്രസിഡന്റ് എല്ലാ ചുമതലകളും നിർവഹിക്കും. കൂടാതെ ബോർഡ് നൽകുന്ന മറ്റധിക ചുമതലകളും നിർവഹിക്കും, നിയമപരമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. വകുപ്പ് 8 സെക്രട്ടറിയെ കുറിച്ചാണ്. സെക്ഷൻ 8 ദ സെക്രട്ടറി ഷാൽ അറ്റൻഡ് ആൻഡ് കീപ് ദ മിനിറ്റ്സ് of all the meetings of the board of directors and members of the corporation. The secretary shall attend to the giving and serving of all notice of the corporation and may sign with the chairperson or vice president in the name and on behalf of the corporation at any and all contract or agreements authorized by the board of directors and when so authorized or ordered by the board of directors, the secretary may affix the seal of the corporation thereto. The secretary shall have charge of such books, documents, and papers as the board of directors may be determined and shall have the custody of the corporate seal. The secretary may be required to give bond of the faithful performance of his or her duties in such sum and with such sureties as the board of directors may require. The secretary shall in general perform all the duties incident of the office of the secretary, subject to the control of the board of directors, and shall do and perform such other corporate secretarial duties as may be assigned from time to time by the board of directors. Additionally, the secretary shall also keep a record containing the names alphabetically arranged of all persons who are members of the corporation, showing their places of residence, and such book shall be open for inspection as prescribed by law. അപ്പോൾ വകുപ്പ് 8 സെക്രട്ടറിയുടെ ഇതാണ് പറയുന്നത്. ദി സെക്രട്ടറി ഡയറക്ടർ ബോർഡ് യോഗങ്ങളും അംഗങ്ങളുടെ യോഗങ്ങളും സംബന്ധിച്ച എല്ലാ മിനിറ്റുകളും രേഖപ്പെടുത്തണം. കോർപ്പറേഷന്റെ എല്ലാ നോട്ടീസുകളും നൽകുകയും അയക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്ത സെക്രട്ടറിക്കാണ്. ചെയർ, പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നിവരോടൊപ്പം ചേർന്ന് ബോർഡ് അംഗീകരിച്ച കരാറുകൾ കോർപ്പറേഷന്റെ പേരിൽ ഒപ്പുവെക്കാൻ സെക്രട്ടറിക്ക് കഴിയും. ബോർഡ് അനുവദിച്ചാൽ കോർപ്പറേഷന്റെ മുദ്ര അല്ലെങ്കിൽ സീലുകൾ രേഖപ്പെടുത്താനും കഴിയും. സെക്രട്ടറിയുടെ അധികാരങ്ങൾ സെക്രട്ടറി കോർപ്പറേഷന്റെ മുദ്ര അല്ലെങ്കിൽ സീൽ അതിൽ പതിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ അധികാരം ലഭിച്ചാൽ അത് രേഖകളിൽ ചേർക്കണം. സെക്രട്ടറി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിർണ്ണയിക്കുന്ന പുസ്തകങ്ങൾ, രേഖകൾ, പേപ്പറുകൾ എന്നിവയുടെ ചുമതല വഹിക്കും. കൂടാതെ കോർപ്പറേറ്റ് മുദ്രയുടെ കസ്റ്റോഡിയനും അദ്ദേഹമായിരിക്കും. സെക്രട്ടറി തന്റെ ചുമതലകളുടെ ശരിയായ നിർവഹണത്തിനായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവശ്യപ്പെടുന്ന വിധത്തിൽ നിർദ്ദിഷ്ട തുകയും ഉറപ്പുകളും ബോണ്ട് നൽകേണ്ടി വരുമെന്ന് ആവശ്യപ്പെടാം. സെക്രട്ടറി പൊതുവെ ഈ പദവിയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ നിയന്ത്രണത്തിനുള്ളിൽ നിർവഹിക്കും. കൂടാതെ ബോർഡ് നൽകുന്ന മറ്റു കോർപ്പറേറ്റ് സെക്രട്ടറിയൽ ചുമതലകളും നിർവഹിക്കും. കൂടാതെ കോർപ്പറേഷന്റെ അംഗങ്ങളായ എല്ലാ വ്യക്തികളുടെ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ ഉൾപ്പെടുത്തിയ ഒരു രേഖയും സെക്രട്ടറി സൂക്ഷിക്കണം. അതിൽ അവരുടെ താമസ സ്ഥലങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. ഈ പുസ്തകം നിയമം അനുവദിക്കുന്ന രീതിയിൽ പരിശോധനയ്ക്ക് ലഭ്യമാക്കണം. സെക്ഷൻ 9 ദ ട്രഷറർ. The treasurer shall have the custody of all funds and the securities of the corporations, subject to such regulations as may be imposed by the board of directors. When necessary or proper, the treasurer may endorse for collections on behalf of the corporation checks, notes for other obligations, and shall all deposit then same to the credit of the corporation at such bank or banks or depository as the board of directors may designate. The treasurer shall sign all receipt and vouchers on behalf of the corporation and shall make such payments as may be necessary or proper to be made on behalf of the corporation, subject to the control of the board of directors. The treasurer shall
enter regularly on the books of the corporations to be kept by the treasurer for such purpose. A full and accurate account of all monies and obligations received and paid or inclined by the treasurer on account of the corporations, and shall exhibit such books at all reasonable times to any director on application of the at the office of the corporation. The treasurer may be required to give bond of the faithful performance of his her or her duties in such sum and with such sureties of the board of directors may require. The treasurer shall in general perform all duties incident to the office of treasurer subject to the control of the board of directors, and shall also present us to each regular meeting of the board of directors a written report showing the receipt and disbursement of the corporation since the last meeting of the board of directors and the general financial conditions of the corporation as of the date of each report. The treasurer shall, together with such officer or officer as may be designated by the board of directors, sign all checks of the corporation and all bills of exchange and promissory notes issued by the corporations, except in case where the signing and execution thereof shall be expressly designated by the board of directors or by these bylaws to some other officer or agent of the corporations. വകുപ്പ് 9 ട്രഷററെ കുറിച്ചാണ്. ധനകാര്യ അധികാരി ട്രഷറർ കോർപ്പറേഷന്റെ എല്ലാ ഫണ്ടുകളും സെക്യൂരിറ്റികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിർണയിക്കുന്ന ചട്ടങ്ങൾക്കനുസരിച്ച് സംരക്ഷിക്കണം. ആവശ്യമായപ്പോൾ ട്രഷറർ കോർപ്പറേഷന്റെ പേരിൽ ചെക്കുകൾ, നോട്ടുകൾ അല്ലെങ്കിൽ മറ്റ് ബാധ്യതാരേഖകൾ അംഗീകരിച്ച് എൻഡോഴ്സ് ശേഖരണത്തിനായി നൽകാം. തുടർന്ന് അവ ബോർഡ് നിശ്ചയിച്ച ബാങ്കിലോ ഡെപ്പോസിറ്ററിയിലോ കോർപ്പറേഷന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം. ട്രഷറർ കോർപ്പറേഷന്റെ പേരിൽ രസീതുകളും വൗച്ചറുകളും ഒപ്പിടണം. കൂടാതെ കോർപ്പറേഷന്റെ പേരിൽ ആവശ്യമായ പേയ്മെന്റുകൾ നടത്തണം. അവ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും. ട്രഷറർ തന്റെ കൈവശമുള്ള എല്ലാ പണവും ബാധ്യതകളും സംബന്ധിച്ച രേഖകൾ മുഴുവൻ രേഖകളും കോർപ്പറേഷന്റെ പുസ്തകങ്ങളിൽ ക്രമമായി രേഖപ്പെടുത്തണം. ഈ രേഖകൾ ഏത് ഡയറക്ടർക്കും യുക്തമായ സമയങ്ങളിൽ പരിശോധനയ്ക്ക് നൽകണം. ട്രഷറർ തന്റെ ചുമതലകൾ ശരിയായി നിർവഹിക്കുന്നതിന് ആവശ്യമായ ബോർഡ് ആവശ്യപ്പെടുന്ന തുകയും ഉറപ്പുകളും സഹിതം ബോണ്ട് നൽകേണ്ടി വരും. ട്രഷറർ പൊതുവെ തന്റെ പദവിയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കണം. കൂടാതെ ഓരോ ബോർഡ് യോഗത്തിലും അവസാന യോഗത്തിന് ശേഷമുള്ള വരുമാനവും ചെലവുകളും കൂടാതെ കോർപ്പറേഷന്റെ സാമ്പത്തിക നിലയും ഉൾക്കൊള്ളുന്ന എഴുത്തുപരമായ റിപ്പോർട്ട് സമർപ്പിക്കണം. ട്രഷറർ ബോർഡ് നിർദ്ദേശിക്കുന്ന മറ്റ് ഓഫീസർമാരോടൊപ്പം ചേർന്ന് കോർപ്പറേഷന്റെ ചെക്കുകൾ, ബില്ലുകൾ, പ്രോമിസറി നോട്ടുകൾ എന്നിവ ഒപ്പിടണം. എന്നാൽ ബോർഡ് അല്ലെങ്കിൽ ബൈലോകൾ മറ്റൊരാളിലേക്ക് ഈ അധികാരം മാറ്റിയിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ബാധകമാകൂ. എന്നാൽ ബോർഡ് അല്ലെങ്കിൽ ബൈലോകൾ മറ്റൊരാളിലേക്ക് ഈ അധികാരം മാറ്റിയില്ലെങ്കിൽ മാത്രമേ ഇത് ബാധകമാകൂ. വകുപ്പ് 10 അടുത്തത് ട്രഷററിന് അസിസ്റ്റന്റ് ട്രഷററെ കുറിച്ചാണ്. The assistant treasurer. The assistant treasurer is the absence or disability of the treasurer shall perform the duties and exercise the powers of the treasurer. The assistant treasurer is required by the board of directors shall keep in force a bond as provided in section 8 of this article. The assistant treasurer in general shall perform such duties as shall be assigned to him or her by the treasurer or by the board of directors, the chair or the president. വകുപ്പ് 10 അസിസ്റ്റന്റ് ട്രഷറർ അല്ലെങ്കിൽ ട്രഷറർ പ്രവർത്തനശേഷി ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് ട്രഷറർ അദ്ദേഹത്തിന്റെ ചുമതലകളും അധികാരങ്ങളും നിർവഹിക്കും. ബോർഡ് ആവശ്യപ്പെടുന്നുവെങ്കിൽ അസിസ്റ്റന്റ് ട്രഷറർ വകുപ്പ് 9 പ്രകാരമുള്ള ബോണ്ട് നിലനിർത്തണം. അസിസ്റ്റന്റ് ട്രഷറർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർ അല്ലെങ്കിൽ പ്രസിഡന്റ് നൽകുന്ന ചുമതലകൾ പൊതുവെ നിർവഹിക്കണം. അസിസ്റ്റന്റ് സെക്രട്ടറി അടുത്തത് സെക്ഷൻ 11 ആണ്. Section 11, the assistant secretary. The assistant secretary, in the absence of disability of the secretary, shall perform the duties and exercise the power of the secretary. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ പ്രവർത്തനശേഷിയില്ലായ്മയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അസിസ്റ്റന്റ് സെക്രട്ടറി. അസിസ്റ്റന്റ് സെക്രട്ടറി, if required by the board of directors, shall keep the powers in bond as provided in section 7 of this article. 7ാമത്തെ സെക്ഷൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണം. The assistant secretary in general shall perform such duties as shall be assigned to him or her by the secretary or by the board of directors, the chair of the or the president. അതായത് സെക്ഷൻ 7 പറയുന്നത് പോലെ ബോണ്ട് ഷാൽ കീപ്പ് ഇൻ ഫോഴ്സ് ഇൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് സെക്ഷൻ 7 പറയുന്ന പോലെ ആർട്ടിക്കിൾ 7 പറയുന്നത് പോലെ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗം അവസാനിക്കുന്നത്.